നമസ്കാരം. നമ്പർ 1 കേരളത്തിൽ യുവതികൾ എവിടെയും സുരക്ഷിതരല്ല. വീണ്ടും നടുക്കുന്ന ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതിന്റെ വീഡിയോ സഹിതമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. KSRTC ബസിനുള്ളിൽ യാത്രക്കാരിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന പരാതിയിൽ കൊട്ടിയം മൈലക്കാട് സ്വദേശിയായ സുനിലിനെ പോലീസ് പിടികൂടി. ഇത്തിക്കര പാളത്തിനടുത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. കൊട്ടിയത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രക്കിടെയായിരുന്നു സംഭവം. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇയാളുടെ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയ യാത്രക്കാരി കൊല്ലം ഈസ്റ്റ് പോലീസിന് കൈമാറിയിരുന്നു. നഗ്നതാ പ്രദർശന ദൃശ്യം ഇന്നലെ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലും ടിവിയിലും വ്യാപകമായി പ്രചരിച്ചു. ഇതോടെ പ്രതിയെ നാട്ടുകാർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെ സമീപവാസികൾ സുനിലിന്റെ മൈലക്കാട്ട് വീട്ടിലെത്തി ബഹളം വെച്ചു. എന്നാൽ താനല്ല ദൃശ്യങ്ങളിൽ ഉള്ളതെന്നാണ് സുനിൽ പറഞ്ഞത്. നാട്ടുകാർ മടങ്ങിയതിന് പിന്നാലെ ഇയാൾ വീട്ടിൽ നിന്നും മുങ്ങി. തുടർന്ന് ഇത്തിക്കര പാളത്തിനടുത്ത് നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. തിങ്കളാഴ്ച രാത്രി 10:50 സംഭവം. കൊല്ലം സ്വദേശിനിയായ യുവതി PSC പരീക്ഷയ്ക്കുള്ള പരിശീലനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറി. ബസ് മേവറം എത്തിയതോടെ എതിർവശത്തെ സീറ്റിൽ ഇരിക്കുകയായിരുന്ന യാത്രക്കാരൻ തുടർച്ചയായി നഗ്നതാ പ്രദർശനം നടത്തി. ഇതോടെ യുവതി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. മുന്നിൽ നിന്ന് 3ാമത്തെ സീറ്റിലാണ് യുവതി ഇരുന്നത്. ബസ് മേവറം എത്തിയതോടെ എതിർവശത്തെ സീറ്റിൽ ഇരിക്കുകയായിരുന്ന മൈലക്കാട് സ്വദേശി തുടർച്ചയായി നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. ഇതോടെയാണ് യുവതി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. സംശയം തോന്നിയപ്പോൾ സംഭവം റെക്കോർഡ് ചെയ്തതാണെന്ന് യുവതി പറഞ്ഞു. കണ്ടക്ടറോട് പറഞ്ഞിരുന്നില്ല. ബസ് ഇറങ്ങിയതിനു ശേഷം പരിശോധിച്ചപ്പോഴാണ് സംഭവം മനസ്സിലായതെന്നാണ് യുവതി പറഞ്ഞത്. യുവതിക്ക് പിന്നാലെ മൈലക്കാട് സ്വദേശിയും കൊല്ലം ഡിപ്പോയിൽ ഇറങ്ങി. യുവതിയെ വിളിക്കാൻ സഹോദരൻ എത്തിയതോടെ പ്രതി മറ്റൊരു ബസ്സിൽ കയറി സ്ഥലം വിട്ടു. യുവതി ഇന്നലെ രാവിലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകി. ദൃശ്യങ്ങൾ വൈറലായതോടെ വീട്ടിലെത്തി ബഹളം വെച്ചവരോട് താനല്ല ദൃശ്യത്തിലുള്ളതെന്നും അപ്പോൾ താൻ വീട്ടിലായിരുന്നുവെന്നുമാണ് പ്രതി നാട്ടുകാരോട് പറഞ്ഞത്. നാട്ടുകാർ മടങ്ങിയതോടെ പെയിന്റിംഗ് തൊഴിലാളിയായ പ്രതി സ്ഥലം വിടുകയായിരുന്നു. ബസ്സിലിരുന്ന് യുവതി ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന് കണ്ടതും പ്രതി ലൈംഗിക ചേഷ്ടകൾ തുടർന്നു. ഈ ദൃശ്യങ്ങളുടെയും പരാതിക്കാരുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് സുനിൽ അറസ്റ്റിലായത്. ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ നാട്ടുകാർ പോലീസിനെ ബന്ധപ്പെട്ട് സുനിലാണ് ഇതെന്ന സന്ദേശം നൽകി. സുനിൽ ഒളിവിൽ പോയതോടെ പോലീസും പ്രതിയെ ഉറപ്പിച്ചു. ഇതാണ് അറസ്റ്റിന് കാരണമായത്.